ഇനി കുറച്ചു കാലം മുമ്പ് ദുബായിലെ ജെംസ് എഡ്യൂക്കേഷൻ്റെ ഒരു മെയിൻ സ്കൂളിൽ പോയി. എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ഉള്ള ഒരു സ്കൂളിൽ പോയി. അപ്പോൾ അവിടുത്തെ ബ്രിട്ടീഷുകാരനായ പ്രിൻസിപ്പൽ ഈ സ്കൂളിലേക്ക് സൗകര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരുമ്പോൾ ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് അവിടുത്തെ ഫാക്കൽറ്റി അധ്യാപകരൊക്കെ ആരാണ് എന്നെഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ബോർഡ്. ആ ബോർഡിൽ ആദ്യത്തെ പേര് ഉണ്ട് എന്ന് ഞെട്ടി. അവിടെ ക്ലാസ്സിലെടുക്കുന്ന അധ്യാപകരുടെ ലിസ്റ്റാണ് അത്. അതിൽ ബിൽ ക്ലിൻ്റൺ ആണ് ആദ്യത്തെ ആൾ. അപ്പം ഞാൻ ചോദിച്ചു, ബിൽ ക്ലിൻ്റൺ ഇവിടെ ക്ലാസ് എടുക്കൂ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അദ്ദേഹം ഒരു വർഷത്തിൽ ഒരിക്കൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ എത്താറുണ്ട് എന്ന് പറഞ്ഞു. 3-4 ദിവസം അവിടെ ഉണ്ടാകാറുണ്ടെന്നാണ് പറഞ്ഞു. അതുപോലെ അങ്ങനെ വലിയ വലിയ പ്രതിഭാശാലികളെയും വളരെ വിഖ്യാതരെയും ഒക്കെ സംഘടിപ്പിച്ച് ഒരു മോഡലാവുകയാണ് കൊച്ചിയിലെ ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനം. ഇതുവരെ മറ്റൊരു യൂണിവേഴ്സിറ്റിയും കേരളത്തിൽ ചിന്തിക്കാത്ത രീതിയിലാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പോക്കെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പ്രതിഭാധന ഇന്നലെ ഞാൻ അവിടെ കണ്ടു. അവിടെ നവാഗത വിദ്യാർത്ഥികൾക്കായി ദീക്ഷാരംഭ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റി. സോഷ്യൽ സെൻസിറ്റൈസേഷൻ എന്ന വിഷയത്തെപ്പറ്റി അവരൊരു സെമിനാറും ഇന്നലെ സംഘടിപ്പിച്ചു. യുവതലമുറയിൽ എങ്ങനെ സാമൂഹ്യ നീതിയും പ്രതിബദ്ധതയും വളർത്താമെന്നായിരുന്നു അന്വേഷണം. ഞാനും ആ സെമിനാറിൽ പോയി പങ്കെടുത്തു. മിടുക്കരായ കുട്ടികളെ കുറേ നേരം അവരെ അഭിസംബോധന ചെയ്യാൻ അവസരം കിട്ടി. ജെയിൻ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തെന്നറിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ ജെയിൻ യൂണിവേഴ്സിറ്റി മുന്നോട്ട് വന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. താങ്ക്സ് ടു ജെയിൻ യൂണിവേഴ്സിറ്റി. പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമായ ദീക്ഷാരംഭ് 2025 വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. സോഷ്യൽ സെൻസിറ്റൈസേഷൻ എന്ന വിഷയം ആസ്പദമാക്കിയുള്ള സെമിനാർ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ചു. ഡിജിറ്റൽ മീഡിയകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും വേരൂട്ടമുള്ള യുവതലമുറയിൽ എങ്ങനെ സാമൂഹ്യനീതിയും പ്രതിബദ്ധതയും വളർത്താമെന്ന ആശയം വിദ്യാർത്ഥികളുമായി അദ്ദേഹം പങ്കുവച്ചു. ഈ അഹം ബ്രഹ്മാസ്മി എന്ന സംസ്കൃതത്തിലൊരു പദമുണ്ട്. നീ നിന്നെ തന്നെ അറിയണം. നോ ദൈസെൽഫ് എന്നാ പറയുന്നത്. നീ നിന്നെ തന്നെ അറിയണം. നമുക്ക് നിലക്കണ്ണാടിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ ഈ അഹങ്കാരം തലപൊക്കത്തില്ല. നമ്മളാരാണ് ഈ മണ്ണിൽ, ഈ ഭൂമണ്ഡലത്തിലെ ഒരു കൃമികീടം? ഗാന്ധിജിയൊക്കെ നടന്നുപോയ മണ്ണല്ലേ ഇത്? നമ്മളാരാണ് എന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മളൊന്നുമല്ല എന്ന് ഉത്തരം കിട്ടും. അപ്പൊ അഹങ്കാരം കാണത്തില്ല. അഹങ്കരിച്ചു പോയാൽ പതനം ഉറപ്പ്. നൂതന മാറ്റങ്ങളെ വീക്ഷിക്കുന്ന പുതുതലമുറയെ ഏറെ സ്വാധീനിക്കുന്നതാണ് ദീക്ഷാരംഭിലെ സെഷനുകളെന്ന് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം എം ജോസഫ്. എന്താണ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ആൻ എക്സ്പീരിയൻസ് എന്ന് ബിലീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്ത് ഡിഫറൻ്റ് ആയിട്ട് എങ്ങനെ എഡ്യൂക്കേഷനെ പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്നാണ് ജെയിൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ദീക്ഷാരം പ്രോസസ്സ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ 12 ദിവസവും പല ആശയങ്ങളും പല വിഷയങ്ങളും പല ആക്ടിവിറ്റീസും വളരെ രസകരമായ രീതിയിൽ കുട്ടികളെ ഒരു പുതിയ അക്കാഡമിക് ഇയറിലേക്ക് വെൽക്കം ചെയ്യുന്ന പ്രോസസ്സാണിത്. ജോയിന്റ് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഡോക്ടർ കെ മധുകുമാർ, ഡയറക്ടർ ഓഫ് ഫിനാൻസ് ആൻഡ് സ്ട്രാറ്റജി ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 24 കൊച്ചി.